This news is sponsored by മരിയ ഫാഷൻസ് മാള. സാധാരണക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാളയുടെ ചോയ്സ് മരിയ ഫാഷൻസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് മാള സ്വദേശിയായ നിതുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് നമ്മുടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് ഇന്നിവിടെ ജനങ്ങളോട് സംസാരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ നടന്നു. അതായത് കൈ കുപ്പിച്ചില്ല് കയറിയിട്ട് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ ഒരു ഓപ്പറേഷൻ നടത്തി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. എന്താണ് നിതുലിന് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം നിതുൽ. നമസ്കാരം. എന്താണ് നിതുലിന് പറയാനുള്ളത്? എനിക്ക് 2023 ഫെബ്രുവരി 19 ഒരു ആക്സിഡന്റ് പറ്റി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ബിലീവേഴ്സിലാണ് എത്തിക്കാൻ പറ്റിയത്. അവിടെ ചെന്നപ്പോൾ അവര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അവര് അവിടെ ചെയ്യാൻ പറ്റും ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവിടെ സർജറി ചെയ്തു. സർജറി ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറയുന്നുണ്ട് കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ കൈ വിരലുകൾ അടുപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ശരിയാവും, സമയമെടുക്കും എന്ന് പറഞ്ഞു. പിന്നെ 1.5 മാസം കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈ വിരലുകൾ അകന്നുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇരിഞ്ഞാലക്കുട ഡയഗ്നോസിസ് സെന്ററിൽ പോയി ഇതിൻ്റെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോഴാണ് ഡാമേജ് കാണിച്ചത്. എന്താണ് ഡാമേജ് കാണിച്ചത്? നെർവ് ഇഞ്ചുറി കാണിച്ചു. അപ്പോൾ വീണ്ടും പിന്നെ റിസൾട്ട് കാണിക്കാൻ ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ഡോക്ടർ ഉണ്ട്, ആളൊന്ന് കാണിച്ചു നോക്കാൻ പറഞ്ഞു. അന്ന് അതായത് ഇത് രണ്ടും ചെയ്തത് ഇവിടെ തന്നെയാണ്? രണ്ടും ചെയ്തത് BC തന്നെയാണ്, ബിലീവേഴ്സ് തന്നെയാണ്. അപ്പോൾ വേറെ ഡോക്ടർ അരുൺ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ആള് പറഞ്ഞു തുറന്നു നോക്കണം എന്ന് പറഞ്ഞു. അതായത് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങള് അതായത് ഒരു ആദ്യം ചെയ്ത ഓപ്പറേഷൻ എത്ര മാസം കഴിഞ്ഞ് രണ്ടാമത് ചെയ്തത്? അത് 2 മാസം കഴിഞ്ഞിട്ട്. അതായത് ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ശേഷം കൈ ശരിയായില്ല. എന്നിട്ട് 2 മാസം കഴിഞ്ഞ പിന്നെ 1.5 മാസം കഴിഞ്ഞ പിന്നെ ടെസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഓപ്പറേഷന് വേണ്ടി ഞാൻ പോയത്. ശരി. അവിടെ ചെന്ന് സർജറി ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ചില്ലിരിപ്പുണ്ടായിരുന്നു. അതായത് ആദ്യം ഓപ്പറേഷൻ ചെയ്തതിന് ശരിയാവാതെ അപ്പൊ ഇവരെന്തായിരിക്കും ചെയ്തിരിക്കുക? അതായത് കൈൻ്റെ ഉള്ളിൽ ചില്ലുണ്ടായത് ഒരു പിന്നെ കണ്ടിട്ടില്ല. ആദ്യത്തെ ഓപ്പറേഷനിൽ മനസ്സിലായില്ലേ? രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഇതിന്റെ അത് ചില്ലിരിക്കണം മനസ്സിലായി. അത് അടുത്ത സെക്കൻഡുള്ള ഡോക്ടർ എന്താ പറഞ്ഞത്? അതിൻ്റെ ഉള്ളിൽ സർജറി കഴിഞ്ഞതിന് ശേഷം ആള് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ചില്ലുണ്ടായിരുന്നു. അപ്പൊ നിലവില് ചില്ല് വെച്ചുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ അത് ഏത് ഡോക്ടറാണ് അങ്ങനെ ചെയ്തത്? ഡെറിക് പോളി. രണ്ടാമത്തെ ഡോക്ടർ എന്ത് പറഞ്ഞു? രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെയായിരുന്നു ഡാമേജ്, അവരിവിടെയാണ് സർജറി ചെയ്തത്. തിരിച്ച കൈ ഇവിടെയായിരുന്നു ഡാമേജ് ഉണ്ടായിരുന്നു, ഇവിടെയായിരുന്നു നെർവ് കട്ടായിരുന്നിരുന്നത്. അതൊന്ന് കാണിച്ചേ. ഇവിടെയാണ്. അതായത് കൈയിന്റെ ഈ പത്തിയുടെ സൈഡിലാണ് ഡാമേജ് ഉണ്ടായിരുന്നത്. ഇവര് തിരിച്ച് ഓപ്പറേഷൻ ചെയ്തു. ഇവിടെയാണ് ചെയ്തത്. അതായത് ഇവിടെയാണ് ഒരു ഓപ്പറേഷൻ ചെയ്തത്. ബാക്കി പറ. എന്നിട്ട് ഇപ്പോഴും കൈ ശരിയായിട്ടില്ല. ഇപ്പോഴും കൈക്ക് എന്താണ് പ്രശ്നം? ഇപ്പൊ വിരലടുപ്പിക്കുമ്പോ ഈ വിരലിനെ വളഞ്ഞു പോകും. അതായത് കാണിച്ച അതായത് ഈ വിരല് നിവരില്ല. അതായത് നമ്മളെ പോലെ ഇങ്ങനെ നിവർത്താൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ വിഷയം. ഈ വിരല് ഇങ്ങനെ ഇരിക്കും. അതായത് നമ്മളെ പോലെ കറക്റ്റായിട്ട് നിവരില്ല. അങ്ങനെയല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞ ലാസ്റ്റ്? അവരിപ്പൊ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് സർജറിക്ക് പറഞ്ഞത് 12 രൂപയോളം ബില്ലാവുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ 25 രൂപ കൊണ്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു 30-ൽ മേലെയായി ബില്ല്. അപ്പൊ പറഞ്ഞു ബാക്കി പിന്നെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, പിന്നെ അടച്ചാൽ മതി. രണ്ടാമത്തെ ഓപ്പറേഷൻ. രണ്ടാമത്തെ ഓപ്പറേഷൻ. ആദ്യത്തെ ഓപ്പറേഷൻ എത്ര? ആദ്യത്തെ ഓപ്പറേഷൻ എത്രയെന്ന് അറിയില്ല, എനിക്ക് ആ സമയത്ത് ഓർമ്മയില്ല. ബില്ലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലില്ലേ? രണ്ടാമത്തേതിന്റെ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഡിസ്ചാർജ് നമ്പർ അവർ തന്നിട്ടില്ലേ? അതെന്താ തരാണ്ടിരുന്നേ? അത് ഈ ബില്ല് ഒരു 5 രൂപയോളം അടയ്ക്കാനുണ്ട്. ബാലൻസ് ഉണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങനെ ബാലൻസ് നിർത്തി തരുമോ? ബാക്കി പറയാം. എന്നിട്ട് അപ്പൊ അത് അടയ്ക്കാതിരുന്നാണ് മനഃപൂർവ്വം. നമ്മൾ കൊടുക്കാണ്ടിരുന്നാണ്. കൈ ശരിയായിട്ട് അതായത് നമ്മളെ കൈ ശരിയായിട്ട് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ അടുത്ത് എന്റെ ഫ്രണ്ടിനെ കൊണ്ട് പോയപ്പോ അവിടുത്തെ PROനെ കണ്ടായിരുന്നു. ഏത് PROനെ കണ്ടേ? ഹർഷ. എന്നിട്ട് എന്ത് പറഞ്ഞു? അപ്പൊ ആളുടെ ബില്ലിനെസ് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു കൈ ശരിയായിട്ട് ബാക്കിയുള്ള അടയ്ക്കാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്താണ് അയാൾ എന്തുട്ടാ പറഞ്ഞത്? ആള് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല.
അവിടുത്തെ PR കണ്ടപ്പോ നമ്മൾ പറഞ്ഞു കൈ ശരിയായിട്ടില്ല, കൈ ശരിയായിട്ട് ബാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നപ്പോ ഈ പൈസ ചോദിച്ചില്ലേ? നമ്മളെ പറ്റി ആ പൈസനെ പറ്റി ഒന്നും സംസാരിച്ചില്ലേ? ഇപ്പൊ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് അവിടെ പോയത്? കുറച്ചധികം നാളായി. ഒരു മാസം കഴിഞ്ഞ? ഒരു മാസം അതിന് മേലെ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെല്ലുകയൊന്നും ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ കൈ ഇപ്പോഴും ശരിയായിട്ടില്ല. ഹോസ്പിറ്റലിനെതിരെ കേസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു? കേസൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളെ കുറച്ച് പാർട്ടിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവര് അന്ന് കണ്ട ആളെ കണ്ടത്. ആള് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ നമ്പർ മേടിച്ചിട്ട് പിന്നെ ഒന്നും. വേറെ ആരൊക്കെ കണ്ടു? വേറെ പിന്നെ ആളെ കണ്ടായിരുന്നു. അവർ രണ്ടുപേരും മൊത്തത്തിൽ ഒരു 3 പേരും ഇടപെട്ടിട്ടില്ല. അതായത് നമ്മളൊരു കാര്യമായി ചെന്ന്, അതായത് നമ്മളുടെ രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്നവരോട് നമ്മൾ ചെന്ന് ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇപ്പോഴും നമ്മളെ ചെന്ന് ഇലക്ഷൻ ടൈമിലാണ് പറഞ്ഞത്. അതെ, അന്നും ഇലക്ഷൻ ടൈമാണ്, ഇന്നും ഇലക്ഷൻ ടൈമാണ്. അപ്പോ നിതുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വാക്കുകളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നീതി എന്നൊരു സാധനം നിതുലിന് കിട്ടിയിട്ടില്ല. കൈയിന്റെ ആക്സിഡന്റ് ആയിട്ട് കൈ ഓപ്പറേഷൻ ചെയ്യാൻ ചെന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയത്. അതായത് ഇവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് ഇവിടെയാണ് ഓപ്പറേഷൻ ചെയ്തത്. അതെന്താണെന്നുള്ളത് നമുക്കും മനസ്സിലായിട്ടില്ല. ഏത് ഭൂതക്കണ്ണാടി വെച്ചാണ് അവരത് നോക്കി സർജറി ചെയ്തതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ നിതുല് കഴിഞ്ഞ ദിവസത്തെ വാർത്ത കണ്ടിട്ട് നമ്മളെ നേരിട്ട് വിളിച്ച് നിതുല് ഞങ്ങളോട് പറയാണ് ചെയ്തത്. കാരണം എനിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. അതായത് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് പകരം 2 ഓപ്പറേഷൻ ചെയ്തു. അതായത് ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കൈയിൻ്റെ അകത്ത് ചില്ല് വ്യക്തമായിട്ട് പോകാതെ അതിൻ്റെ ഉള്ളിലിരുന്ന് അസ്വസ്ഥനായിട്ട് രണ്ടാമത് ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റ് നടത്തുമ്പോൾ അതേ ചില്ല്, ഏത് ചില്ലാണോ കയറിയത് ആ ചില്ല് സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ട്. 5000 രൂപ ബാലൻസും അവിടെ കൊടുക്കാനുണ്ട്. കാരണം കൈ ശരിയാവാത്തതിൻ്റെ പേരിൽ രണ്ടാമത് പൈസ കൊടുക്കാതെ പോന്നു. അതായത് 25,000 കൊടുത്തു, 5,000 കൂടി കൊടുക്കണം. അപ്പോൾ അതായത് ഇവര് കൊടുക്കില്ല എന്ന് കരുതിക്കൊണ്ടാണ്. പക്ഷെ ഡിസ്ചാർജ് സമ്മറി തന്നിട്ടില്ല, ഇപ്പോഴും തന്നിട്ടില്ലേ. അപ്പൊ അതായത് ഇതൊക്കെ കേൾക്കേണ്ടതും കാണേണ്ടതും ഇവിടുത്തെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിന്റെ അധികൃതരാണ്. നിങ്ങളോടാണ് ഈ പറയണത് കേട്ടോ. നാട്ടുകാർ ഇതൊന്നും കാണാൻ കേൾക്കാൻ വേണ്ട. കാരണം നാളെയും പോയിട്ട് ഇതുപോലെ ബലിയാടുകളാവാനായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നാട്ടുകാർ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. നിതുലിന് എന്താണ് നാട്ടുകാരുടെ അടുത്തും ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്തും പറയാനുള്ള ലാസ്റ്റ് അവസാനമായിട്ട്? ബിലീവേഴ്സ് ഹോസ്പിറ്റലിനോട് പറയാനുള്ളത്, ഇനി ഇത് പറ്റാത്ത കേസിനെ അവർ എടുക്കരുത്. വേറെ എവിടെയെങ്കിലും പോയെങ്കിൽ അവരുടെ ജീവിതം തിരിച്ചു കിട്ടും. അതെ, അപ്പൊ ബിലീവേഴ്സ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഇപ്പൊ ബാധിതനായ നിതുലിന് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റാത്ത പരിപാടിയാണെങ്കിൽ അവ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോ എന്താ പറയാ, അവിടെ ഡോക്ടർമാരുണ്ടായിരിക്കാം, അതുപോലെ വലിയൊരു സമുച്ചയങ്ങൾ കെട്ടിപ്പടുത്ത് ഒരുപാട് ഡോക്ടർമാർ വെച്ചിട്ട് കാര്യങ്ങളില്ലേ, അറിയാവുന്ന ആരെങ്കിലും കൊണ്ടൊന്ന് പണിയെടുപ്പിക്കണം. അതാണ് അതിന്റെ ശരി. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അതാണ്. അപ്പോൾ ഹോസ്പിറ്റൽ മാത്രം കെട്ടി പൊക്കി വെച്ച് വലിയൊരു പേരുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ ബിലീവേഴ്സ് തന്നെയാണോ എന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക്. ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ നെയിം തന്നെ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും തരത്തിലാണോ ഞാൻ നടത്തപ്പെടുന്നതെന്നും അത് നമുക്കറിയില്ലേ. അപ്പം എന്തായാലും ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇനി ഏത് അറ്റം വരെയും പോയാലും ഇതിനുള്ള എവിഡൻസും കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. ബാധിതനായ ഒരു സാക്ഷിയാണ് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപകീർത്തിപ്പെടുത്തുന്നു നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതുപോലെയുള്ള ഒട്ടനവധി പേര് ഇതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്നുണ്ട് ബാധിതരായിട്ടുള്ള. അവർ ചില ആൾക്കാർ വന്ന് നേരിട്ട് പറയും, ഇല്ലാത്തവർ ചിലപ്പോൾ മിണ്ടാതിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം. ആതുരാലയം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു സമ്പ്രദായമാണ്. അല്ലാതെ ഇതുപോലെ ബാധിതരായി പുറന്തള്ളപ്പെട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും ഇതുപോലെ ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നത് ഡോക്ടർമാരെ കുറ്റം പറയാനും തക്ക രീതിയിലുള്ള ഒരവസ്ഥ ബിലീവേഴ്സിന്റെ, അതായത് മാളയിലുള്ള മറ്റുള്ള ബിലീവേഴ്സിനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ബിലീവേഴ്സ് മാളയിലുള്ള ബിലീവേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്, ബിലീവേഴ്സ് എന്ന പേരുള്ളത് കൊണ്ട്. അപ്പോൾ ആ ബിലീവേഴ്സിന്റെ അധികൃതരോടാണ് പറയാനുള്ളത്, ഇതുപോലെയുള്ള ബാധിതരെ പുറന്തള്ളാതിരിക്കുക. ഈ കൈ ശരിയായിട്ടില്ല ഇപ്പോഴും, ആ ഡിസ്ചാർജ് സമ്മറിയെങ്കിലും ഇവർക്ക് കൊടുത്ത് ഇവരുടെ ഒരു മാനസിക പ്രശ്നം മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആളുകളെ വരുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്തതായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് പുറന്തള്ളി കളഞ്ഞോ, ആരും നിങ്ങളോട് വന്ന് ചോദിക്കില്ലല്ലോ. നിങ്ങൾക്ക് പറ്റാത്ത കാര്യം ചെയ്യാൻ നിൽക്കണ്ട. എന്തിന് സൈക്കിൾ വർക്ക്ഷോപ്പാവാൻ നിൽക്കുന്നത്? അത് അപ്പോഴാണല്ലോ ഈ പറഞ്ഞ പോലെ കംപ്ലൈന്റുകൾ വരുന്നത്. പറ്റാത്ത ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്കത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, പൈസക്ക് വേണ്ടി മാത്രം ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവന്റെ ഏറ്റവും വലിയ വില ആയിട്ട് മാറേണ്ടി വരും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ വരാതിരിക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾക്കിത് പറഞ്ഞു മടുത്തു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കേസുകൾ വരുന്നത് അത്
പറ്റാവുന്നത് ചെയ്യുക, ഇല്ലാത്തതാണെങ്കിൽ കണ്ണടച്ച് പുറന്തള്ളുക. പൈസയല്ല ഇവിടുത്തെ ഏറ്റവും വലിയ മൂല്യമായിട്ടുള്ള ഒരു വസ്തു, മനുഷ്യൻ്റെ ജീവനാണ് എന്നാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. നിർത്തുന്നു. താങ്ക് യു. മരിയ ഫാഷൻസ് മാള. സാധാരണക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാളയുടെ ചോയ്സ്. മരിയ ഫാഷൻസ്. വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ. സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷൻ. പ്രീമിയം ഷർട്ടുകളുടെ വിപുലമായ ശേഖരം. മാത്രമല്ല പെർഫ്യൂംസിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ മരിയ ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ മരിയ ഫാഷൻസ്, KK റോഡ്, ഓപ്പോസിറ്റ് കാനറ ബാങ്ക്, മാള. ഫോൺ നമ്പർ 9747841166. മറ്റൊരു നമ്പർ 048029935335.